വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പുതിയ റേഷൻ കാർഡ് വിതരണം ചെയ്തു തുടങ്ങി. മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് സ്കൂളിൽ മന്ത്രിമാരാണ് റേഷൻ കാർഡുകൾ കൈമാറിയത്. തിരിച്ചറിയാനുള്ള രേഖകൾ ഉൾപ്പെടെ സകലതും ഉരുളെടുത്തു. ആരോരുമില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ട കുറേയധികം മനുഷ്യരാണ് മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലേക്ക് തിരിച്ചു പോകാനിടമില്ലാതെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. പുനരധിവാസത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് റേഷൻ കാർഡിന്റെ വിതരണം. മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. മറ്റ് വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തന്നെ വിവരശേഖരണം നടത്തി നഷ്ടപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും ആവശ്യമായ സൗകര്യത്തോടെ ബന്ധപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാൻ അദാലത്ത് മോഡലിൽ ഒരു ക്യാമ്പ് തന്നെ മേപ്പാടിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ക്യാമ്പിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് പരമാവധി വേഗത്തിലാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡുകൾ തയ്യാറാക്കുന്നത്. ഞങ്ങൾക്കൊരു പുനർജീവിതം എന്താ വെച്ചാൽ നല്ലൊരു സുരക്ഷിതമായ സ്ഥലം, നമ്മൾ എസ്റ്റേറ്റ് കൂലിപ്പണിയെടുത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് മനസ്സറിഞ്ഞ് രാത്രി ഒന്ന് കിടന്നുറങ്ങാൻ നമുക്കൊരു ധൈര്യം വേണ്ടേ, അതൊന്നും ഞങ്ങൾക്ക് ഏർപ്പാടാക്കണം, അത്രേ ഉള്ളൂ. ക്യാമ്പിൽ കഴിയുന്ന കൂടുതൽ പേർക്ക് വരും ദിവസങ്ങളിൽ റേഷൻ കാർഡുകൾ ഉറപ്പുവരുത്തും. 24 വയനാട്.